നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഫ്രൈഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആദ്യത്തെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇവള് കാരണം കൊളാക്കി. ചള കൊളാക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? ഞാനൊരു കാര്യം പറഞ്ഞു, അത് ഇവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ഇവിടെ സംജാതമായിരിക്കും. എന്റെ കയ്യിൽ എന്തോ കളിക്കേണ്ടത് ഉള്ളാണോ പിടിക്കണോ അപമാനിക്കല്ല. സംഭവം എന്താ അറിയോ? ഒരു കമന്റ് വന്നു, ഒരു കമന്റ് ചെയ്തു, പിന്നെ വിധു ക്യാമറയിലേക്ക് നോക്കുന്നില്ല. അതിന്റെ വിധു ഇവള് ക്യാമറയ്ക്ക് നോക്കുന്നില്ല എന്നൊരു പരാതി. അപ്പോൾ ഇവള് എന്നോട് പരാതിയല്ല, സോറി, കമന്റ് വന്നിട്ടോ. അതിൽ ഇവിടെ പറയുന്നത് കുട്ടേട്ട ക്യാമറ അങ്ങനെയല്ല ചോദിച്ചത്. അതൊക്കെ ആരും വിശ്വസിക്കാൻ പോണില്ല. ഞാൻ ചോദിച്ചു ക്യാമറയ്ക്കല്ല നോക്കണ, തിരിക്കാൻ നോക്കണ, അത് സത്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുട്ടേട്ടനോട് ശരിക്കും ഇവിടെ എവിടേക്കാ നോക്കണ്ടേ ചോദിച്ചു. അത്രേ ഉള്ളൂ. അതിനാണ് എന്തൊക്കെയോ പറഞ്ഞത്. അത് ആ വീഡിയോ ഞാൻ കട്ട് ചെയ്യിപ്പിച്ചു. അറിയാത്തോണ്ടല്ലാന്നുള്ളത് അവർക്കറിയില്ല. ഇവളെന്താ ചെയ്യുന്നത്? സ്ക്രീനിൽ നിന്ന് അവനെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ മുഖഭാവം എന്തായിരിക്കും എന്നൊക്കെ നോക്കി പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഗതി ഞാൻ പറഞ്ഞ സമയത്ത് ഇതാക്കി. പിന്നെ ഒക്കെ എന്താ വെച്ചാൽ അവളെ ഭാഗത്തേക്ക് ലൈറ്റ് കുറച്ച് കുറവാന്നൊക്കെ ഉണ്ട്. ഞാൻ അത്ര മതി വിചാരിച്ചിരിക്കുക. ആ ഭാഗത്തേക്ക് അത്ര ലൈറ്റ് മതി. അശോകന് ക്ഷീണമാവാം. നമ്മളിന്നത്തെ വല്ലാത്തൊരു എന്താ പറയുക, നല്ല എപ്പിസോഡായിരുന്നു. ഇതൊന്നും നല്ല എപ്പിസോഡായിരുന്നു കേട്ടോ. ഡേൻ്റെ കാര്യം പറയല്ല, പക്ഷെ നമ്മൾ കാര്യമായിട്ട് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടാണല്ലോ റിവ്യൂ പറയുന്നത്. ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പലരും ലൈവ് അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ അപ്പം ഇന്നത്തെ അല്ലേ നല്ല ഓൾ ടുഗെദർ നല്ല ദിവസമായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയും. കാരണം എന്താ വെച്ചാൽ ചില സംഗതികൾ അവിടെ ഹൗസിൽ നടക്കുന്നത് ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇതോ അവർ സത്യം പറഞ്ഞാൽ തിരിച്ചു കയറിയിരിക്കുന്നത് ഗെയിം കളിക്കാനല്ല. പക്ഷെ അതിൽ ചില ആൾക്കാർ ഇപ്പോഴും അവരെ വിചാരം അവർ തിരിച്ചു കയറിയിരിക്കുന്നത് റീ എൻട്രി ആയിട്ട് ഗെയിം കളിക്കാനെന്നുള്ള തോന്നലുള്ള രീതിയിലാണ് അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ജാൻമോണി ഭയങ്കര പ്രശ്നം. അല്ല, വീട്ടിൽ പോണല്ല, ജാൻമണിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൂജ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിന് ഫോട്ടോ കയറലും അങ്ങനത്തെ ജാൻമണിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ സോൾവ് ആയതിനു ശേഷം പിന്നെയാണ് നമ്മുടെ അൻസിബ വന്നു. സ്റ്റാർട്ടിങ് അൻസിബയുടെ വരവാണ്. സ്വാഭാവികമായിട്ട് അൻസിബയുടെ വരവ് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ കാത്തിരിക്കുന്നത്, എക്സ്പെക്ടേഷൻ അല്ല, നമ്മൾ കാത്തിരിക്കുന്നത് ഋഷിയുടെ ആ ഒരു റെസ്പോൺസിൽ റിയാക്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ അവർ മുന്നോട്ട് പോയി. ഓക്കെ. പിന്നെയാണ് നമ്മുടെ അല്ലേ ഗബ്രിയോപദേശ കഥകൾ. ഏത് അവസാന ഭാഗമാണോ എത്രാം കണ്ടാണോ എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അല്ല, ഗബ്രി പറഞ്ഞത് എന്താന്ന് വെച്ചാല് അധികം സന്തോഷിക്കുകയും ചെയ്യരുത്, സങ്കടപ്പെടുകയും ചെയ്യരുത്. നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കാം, ഫാമിലിയുടെ കൂടെ നിൽക്കുക, ഒരു ന്യൂട്രൽ ആയിട്ട് എടുക്കുക. അത് ഗബ്രിയുടെ കാര്യമുണ്ട്. ഗബ്രി ഓൾവേസ് ഒരു കൂൾ ഹെഡ് ആണ്. അത് നമ്മൾ നല്ല വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു കൂൾ ഹെഡോട് കൂടി കാര്യങ്ങളെ സമീപിക്കാനാണ് ജാസ്മിനോട് ഗബ്രി പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഇസ് ഗുഡ് അല്ലേ? പിന്നെ റസ്മിൻ വേറെ ടൈപ്പിലാണ് പറയണത് തോന്നുന്നു. രണ്ടിന്റെ ഇടയും കൂടി ആയിട്ട് ജാസ്മിൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. റസ്മിന്റെ വലിയ കാര്യം ഇല്ല കേട്ടോ ഗബ്രിക്ക്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇവൻ പറഞ്ഞെന്താ വെച്ചാൽ ഫാമിലി പറയുന്നത് കേൾക്കുക. എനിക്ക് അവൻ പറഞ്ഞതിൽ പ്രശ്നം തോന്നിയില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ വല്ലതുകൊണ്ട് തോന്നിയോ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ എഴുതിച്ച് വായിക്കുമ്പോൾ പ്രശ്നം തോന്നി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഗബ്രി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇവളുടെ വോട്ടിനെ ഒന്നും ബാധിക്കേണ്ട, ഈ കുട്ടിക്ക് ഇനി നല്ലൊരു കാര്യമല്ലേ, അപ്പൊ വോട്ടിനെ ഒന്നും ബാധിക്കേണ്ട വിചാരിച്ചിട്ടാവും എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ വിട്ടുട്ടോ. അത് ഹോർമോണിന്റെ പ്രശ്നമാണ്. അതൊക്കെ കാരണം ഗബ്രി ജാസ്മിനും ഇന്ന് എല്ലാവരും പരസ്പരം ഹഗ് ചെയ്യണൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് കുറച്ച് തിയറി ഓഫ് ദ ഗബ്രിയില് പേജ് നമ്പർ 27 3rd പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ശരാശരി എന്നുള്ള വാക്ക് ഞാൻ കഴിഞ്ഞിട്ടാണോ അറിയില്ല, ഒരു മനുഷ്യന് 8 ഹഗ്ഗെങ്കിലും ഒരു ദിവസം മിനിമം വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ആ ബുക്ക് വായിച്ചവർക്കും അതിനെക്കുറിച്ച് പഠിച്ചവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ ഇതിനെക്കുറിച്ച് വെറുതെ ഒന്നും അറിയാതെ സംസാരിക്കുന്നവർക്ക് ഇതൊക്കെ വെറും ഡീഗ്രേഡിങ് മാത്രമായിട്ട് തോന്നും. അത് ഗബ്രി പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു പോർഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 8 ഹഗ്, ഒരു മനുഷ്യന് മിനിമം 8 ഹഗ് വേണം എന്നുള്ളതാണ്.
അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നിനക്ക് ആരും ഇല്ലാന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാകും അല്ലേ, ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടാവും ഇപ്പൊ പറഞ്ഞ ആൾക്കാർ ആരും ഇല്ലെങ്കിലും ഫ്രണ്ട്സും റിലേറ്റീവ്സും വീട്ടുകാരും ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഗബ്രി കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ആയിരിക്കും, അത് പുറത്തിറങ്ങിയവർക്കും അറിയാം, ഞാൻ ആ രീതിയിൽ തന്നെ നിന്നിട്ടുള്ളൂ. ശരിയാട്ടോ. പക്ഷെ അത് ഏത് അർത്ഥത്തിലാണ് ഗബ്രി പറഞ്ഞതെന്നുള്ള അറിയില്ല. ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കാം, നമ്മൾ ആ അർത്ഥത്തിൽ കിടക്കണ്ട. അവർ പുറത്ത് വന്നതിന് ശേഷം അവരായിട്ട് തീരുമാനിക്കട്ടെ. ശരിക്കും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇഷ്ടത്തില്ല 100%. എനിക്ക് ഉറപ്പാ. കാരണം എന്താ വെച്ചാൽ എന്താ അതിൽ സംശയമുള്ള, ഇത് കല്യാണം കഴിക്കൂല്ലേന്ന് അറിഞ്ഞാൽ മതി ഇനി. അതെ, അറിയാം എന്താണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. ഓക്കെ, ദറ്റ്സ് നോ പ്രോബ്ലം, അവർ അപ് ടു ദം. പക്ഷേ ഇതാണ് ആ റിലേഷൻഷിപ്പ് ആകട്ടെ. പിന്നെ അടുത്ത പരിപാടിക്ക് കിടക്കണമെങ്കിൽ സുരേഷിൻ്റെ എൻട്രി രസമായി അല്ലേ? സുരേഷിൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ സുരേഷ് ബൈസെപ്സ് ഒക്കെ പിടിച്ചിട്ട് ബൈസെപ്സിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വന്ന് നല്ല രസമായിട്ട്, നല്ലൊരു ജോവിയൽ പേഴ്സൺ ആണ് ആള്, ഭയങ്കര ജോളിയാണ്. അപ്പോൾ എല്ലാവരെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് അല്ലേ സുരേഷിൻ്റെ സംഭവം കഴിഞ്ഞു. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത്തെ അതിലൊരു കാര്യം പറഞ്ഞിട്ടോ, ജിൻഡോനോട് പറഞ്ഞിട്ടോ, ജിൻഡോ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഇവിടെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കപ്പ് വേണ്ട, എനിക്ക് പിന്നെ ചെക്ക് മതി, എനിക്ക് ചെക്ക് വേണ്ട കപ്പ് മതി, അങ്ങനെ വെച്ചാൽ കപ്പ് എടുത്തിട്ട് ബാക്കി ചെക്ക് ഇവിടെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നൊക്കെ വെച്ചാൽ ഒരു ഫൺ മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെയാണ് നമ്മുടെ കറുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ കറുത്ത വസ്ത്രം അണിഞ്ഞ് ജബ്രികൾ രണ്ട് ഇണക്കുയിലുകളെ പോലെ കൊക്കുരുമ്മില്ലെങ്കിലും അത്യാവശ്യം എന്തൊക്കെ സംസാരിച്ചതിന് വളരെ സീരിയസ് ആയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. രണ്ടാളും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട്. അതിലേറെ രസം എന്താ വെച്ചാൽ മറ്റേ അഴകിയ രാവണൻ സിനിമയെ പറഞ്ഞ കാര്യം ഇതോ, കല്യാണം പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് ഗബ്രിയുടെ ആത്മകഥവും പറയുന്നു, അവിടെ ജാസ്മിൻ അത് കേൾക്കുന്നു, അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. എന്ന സമയത്ത് അങ്ങേപ്പുറത്ത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ശരണ്യ എന്ന സാമ്പാർ. ഞാൻ ശരണ്യ എന്ന സാമ്പാർ എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഈ ശരണ്യ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? യമുന പറഞ്ഞിട്ടുണ്ട്, രണ്ടാളും പറഞ്ഞിട്ടുണ്ട്. യമുന പറഞ്ഞിട്ടുണ്ട് കുറെ മുന്നേ. ഞാൻ പൊട്ടനായത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ആദ്യം ശരണ്യ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ശരണ്യ പോയി ചോദിച്ചിട്ടുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ. ശരിക്കും നിങ്ങൾ തമ്മിൽ റിലേഷൻ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല, ഇനി അല്ലെങ്കിൽ പ്രോബ്ലം ഞാനാണ് എഡിറ്ററെങ്കിൽ എന്റെ ഇത് ആ ശരണ്യ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ശരണ്യ മറ്റേ ആരായിരുന്നു അങ്ങനെയാണ് ഞാൻ കളിക്കില്ല. അല്ല ശരണി പിന്നെ ആരാ സംസാരിച്ചോണ്ടിരുന്നത്, ഇവരുടെ സംസാരിച്ചിരുന്നത് വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല. ഇത് എല്ലാരും ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള സംഭവം അല്ലേ അവർ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ പറയാ, ഇതിന് ശരണി ചോദിച്ച ചോദ്യം സത്യമല്ലേ, പുറത്തുള്ള കാര്യം അവരൊക്കെ അറിയില്ലേ, പിന്നെ എന്തിനാ ഇതിന് നിക്കണെന്നുള്ള അർത്ഥത്തിലാണ് ശരണി ചോദിച്ചത്. പുറത്തുള്ള കാര്യം ഫുൾ അറിയാം. ആ കുട്ടിക്ക് എങ്ങനെയാണ് പുറത്ത്, ആ കുട്ടിയുടെ അച്ഛൻ പറയണേ, അച്ഛനും അമ്മയും വന്ന് പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലായില്ലേ, പിന്നെ എന്തിനാന്നല്ലേ ശരണ്യ ചോദിച്ചതിൽ തെറ്റുന്നതല്ല. ഞാൻ ഈ ഹൗസിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ശരണ്യ പലപ്പോഴുമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ഒരു ഷോ ഓഫ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഭാഷയെ പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് വരുന്ന അല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ ശരണ്യ? പണ്ടൊക്കെ അപ്പൊ അതുപോലെ ആണ് ഇന്നത്തെ കാര്യം. അല്ല ഇന്നത്തെ കാര്യം ശരിക്കും അവര് ഞെട്ടിയിട്ടുണ്ട്. അച്ഛനും അമ്മയും വന്ന് പറഞ്ഞു, നാട്ടില് പുറത്ത് ജാസ്മിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ആലോചിച്ചാൽ മതിയായിരുന്നു. ഒരു തുള്ളി അന്ന് കാണിച്ച സ്നേഹം ഉണ്ടല്ലോ, സോറി കേട്ടോ, അന്ന് കാണിച്ച സ്നേഹം കുറച്ച് ആത്മാർത്ഥമാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടും. ഇവിടെ തൊണ്ടയിൽ മുദ്രയൊക്കെ ഉണ്ട് എന്താ കുട്ടിയുടെ അത്. അപ്പം എന്താന്ന് വെച്ചാല് കുറച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അച്ഛനോടും അമ്മയോട് ഇത്തിരി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ജാസ്മിൻ ഒരു ഗ്യാപ്പ് വെക്കുമായിരുന്നു. പിന്നെ ഗബ്രിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഫുൾ അറിയാം, ഇനി ഇങ്ങനെ ആയാൽ അവൾക്ക് ഇനി നെഗറ്റീവ് ആവുമെന്നും അറിയാം. ഗബ്രിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നിട്ടും അവര് ശ്രദ്ധിച്ചില്ല. ഇതാണ് അവര് സംസാരിച്ചത്. അല്ല അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് എപ്പോഴും എന്താ അറിയോ, യമുന അവിടെ തുടക്കം തൊട്ട് അവര് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ശരണ്യ ചോദിച്ചിട്ടുണ്ടേ, ഞാൻ കണ്ടിട്ടുണ്ട്. ശരണ്യ എന്റെ ആരുമല്ല, പക്ഷെ ശരണ്യ സത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല ഞാൻ ഇങ്ങനെ ഈ വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ശരണ്യ എന്റെ ആരോണ് അല്ല, ശരണ്യ 2-3 പ്രാവശ്യം ഇവരോട് നേരിട്ട് പോയി ചോദിച്ചിട്ടുണ്ട്. എന്നാ പോട്ടെ, അത് അവിടെ സോൾവ് ആയി, ഞാൻ തോറ്റു, പക്ഷെ ഞാൻ തിരിച്ചു വരും. ഓക്കെ, അതെന്നത് അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര സംഭവമായത് എന്താണെന്നറിയോ, പഴയ വീഡിയോസ് കാണിച്ചു. അതിന് മുന്നൊരു കാര്യം പറയട്ടെ, ഗബ്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പിസോഡില്. അവൻ തിരിച്ചു വരാനുള്ള മെയിൻ റീസൺ അവളാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്ന. പക്ഷെ ആ സമയത്ത് പുള്ളി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നീ എണീറ്റ് പോവാണ്, നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്
ആ പരിഭവവും കാര്യങ്ങളൊക്കെ അവിടെ അതേമാതിരി തന്നെ പറഞ്ഞു കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് അല്ലേ. സോറി, നമ്മൾ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത് കാരണം വെച്ചാൽ പുറത്തൊരു നായ കിടന്ന് ഭയങ്കര കുരക്കൽ, ഭയങ്കര ബുദ്ധിമുട്ടിച്ചാൽ വല്ല അടുത്ത് വന്നിട്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഇൻട്രപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തുടങ്ങും. അത് മാത്രമല്ല എനിക്ക് തുമ്മാനും വരണ്ടായിരുന്നു, വല്ലാണ്ട് അലർജി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്കതിന് AC ഒക്കെ ഇട്ടിട്ടായിരിക്കാം. ഓക്കെ, വോട്ടെവർ. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഫൈനൽ സംഗതി ആ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ള കേട്ടോ അല്ലേ. എല്ലാവരുടെയും എന്താ പറയാ സങ്കടങ്ങളുള്ള സമയത്ത് ഒരു വീഡിയോ, അപ്പൊ കരയണതൊക്കെ കണ്ട് എല്ലാവരും ഇത് ഭയങ്കര കരച്ചിലായിരുന്നു. ചിലവരൊക്കെ കുറച്ച് കൂടുതൽ കരഞ്ഞു കേട്ടോ. എനിക്ക് സത്യത്തിൽ സങ്കടം വന്നത് എന്താണെന്ന് പറയുമോ, ഇനിയിപ്പോൾ ഇങ്ങനെ വിചാരിക്കാൻ അറിയില്ല എല്ലാവരും, പക്ഷെ എനിക്ക് മാനസികമായിട്ട് വിഷമം തോന്നിയത് ജിൻഡോ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞില്ലേ ഒരു സ്ഥലത്ത്. അപ്പോൾ ഗബ്രി പോയിട്ട് ആശ്വസിപ്പിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞ ജിൻഡോ കരഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് സങ്കടം വന്നു. പിന്നെ അതുപോലെ അപ്പം ജാസ്മിൻ കണ്ണൊക്കെ തുടച്ചെടുത്തു. അപ്പം ജിൻഡോൻ്റെ ഒരു വിഷമം കണ്ടപ്പോൾ ചെറിയൊരു വിഷമം വന്നു എനിക്ക്. പിന്നെ ബാക്കിയില്ല, ഒരു അപ്സരയ്ക്ക് അതിന് ഇത്രയധികം കരയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്സര ഭയങ്കര കരച്ചിലായിരുന്നു. ജാൻമണി പിന്നെ കോമഡി ആയിരുന്നു. ജാൻമണീൻ്റെ കരച്ചിലുണ്ടോ സങ്കടം വന്നു. ശരിയാ. കാരണം എന്താ വെച്ചാൽ ജാൻമണി അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ, സങ്കടം വന്നിട്ടൊന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞല്ലോ. ഇതോ ജാൻമണിക്ക് ഇപ്പോൾ ആ സെറ്റൊക്കെ വീട് പൊളിച്ചു കളയുന്നതാണ്. നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അത് പറയുമ്പോൾ എനിക്ക് തന്നെ പൊങ്കാല വരാം. കാരണം വെച്ചാൽ ഞാനും ആ രീതിയിൽ ചിലപ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അവർ വന്ന വഴികളും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫും ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കുടുംബം എല്ലാവരും കൂടി ജീവിക്കുന്ന സിറ്റുവേഷൻ, ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും. അത് പക്ഷേ ഇത് ഞാൻ എൻ്റെ വായ കൊണ്ട് ചിലപ്പോൾ പറയാൻ എനിക്കൊരു ചിലപ്പോൾ യോഗ്യത ഉണ്ടായില്ലെന്ന് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വിമർശിക്കുന്ന വ്യക്തിയാണ് പല കാര്യങ്ങളെയും. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയുന്നതാണ് കേട്ടോ. ഫീൽ ചെയ്തതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാവരും കൂടി ഇങ്ങനെ ജീവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അതിനൊരു പ്രതീകമായിട്ട് അങ്ങനെ സംഗതിയായിട്ടുള്ള ബിഗ് ബോസ് ഹൗസ് ചില ആൾക്കാർക്ക് വീടിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ്, അവരുടെ ഫാമിലി ആയിട്ട് ഒരു കൂട്ട് കുറെ പേരായിട്ട് ജീവിച്ചു, ഒരു ഫാമിലിയായിട്ട് ജീവിച്ചു. അപ്പോൾ ആ ഒരു റീസൺ ആയിരിക്കാം. നമുക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ചിരി വരും, പറയണ ഇത് പൊളിച്ച് ഫുൾ പൊളിക്കൂലോ പറഞ്ഞിട്ടാ കരയണം. ഞാൻ ആദ്യം ആ ചിരി കണ്ടപ്പോൾ ചിരിക്കുക ചെയ്തില്ല. ഇത് എനിക്ക് ഫസ്റ്റ് ചിരി വന്നത്. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. ഞാനത് ചിരിച്ചു. ചിന്തിച്ചു ഞാൻ. അതെനിക്ക് പറഞ്ഞൊന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് എനിക്കറിയോ ഇവള് വല്ലാണ്ട് ഓവർടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവള് എന്തോ വലിയ ആളായി എന്നൊക്കെ തോന്നുന്നു നമുക്ക്. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യും ഞാൻ, കട്ടിടും ഞാൻ, എല്ലാ സ്ഥലത്തും ഞാൻ കട്ടിടും. ഞാൻ ബിഗ് ബോസുകാരൊക്കെ ചെയ്യുന്നവർ ചെയ്യട്ടോ. എനിക്ക് വേണ്ട വിഷ്വൽസ് മാത്രമേ ഞാൻ പുറത്തേക്ക് വിടുള്ളൂ. ഇത് ആകെ 16 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അതിൽ ഞാൻ വേണ്ട വിഷ്വലും കട്ട് ചെയ്ത് 2.5 മിനിറ്റ് ഞാൻ വർത്തമാനം പറഞ്ഞാൽ മാത്രം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതന്നെ സ്ഥിതി. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നാളെ ആങ്ങളാരും പെങ്ങളുട്ടിയും വരുന്നുണ്ട്. രാവിലെ സിജോ സായി നോറിയും വരാനുണ്ട് അല്ലേ. പക്ഷെ ജിൻഡോൻ്റെ ഒരു കാര്യം കൂടി പറയട്ടെ അല്ലേ. ജിൻഡോ കരഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു പോയിക്കോട്ടെ വെച്ചത് എനിക്കും കുറച്ച് സങ്കടമായിട്ട് ജിൻഡോ പറഞ്ഞപ്പോൾ. കാരണം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ആ മണ്ടൻ എന്നുള്ള AV കാണിച്ച സമയത്ത് അതെനിക്ക് ശരിക്കും എഫക്റ്റ് ആയിരിക്കും. പക്ഷെ അതൊരു ചോദ്യമാണ്. മണ്ടൻ എന്ന് പറഞ്ഞ മുദ്ര കുത്തിയ ആളിപ്പോ അവരൊക്കെ പോയി. ആ മണ്ടൻ ഇപ്പോ അവിടെ പക്ഷെ അത് ഭയങ്കര സംഭവം, അത് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ്. ബിഗ് ബോസ് ഹൗസ് സീസൺ 6 ആ മണ്ടൻ വിളിയും ആ വിളിക്കുന്ന മണ്ടൻ ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ബാക്കിയുള്ള മണ്ടൻ ബുദ്ധിമാന്മാർ ചിന്തിച്ചാൽ മതി അല്ലേ. ഒന്നത്. അപ്പോൾ നാളെ പെങ്ങളുട്ടി ആൻറ്റി ആങ്ങളാർ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നാളത്തെ സ്ഥിതി കൂടി കഴിഞ്ഞാൽ നാളെ ഇവർ തിരിച്ച് മടങ്ങുമോ? നാളെ വൈകുന്നേരം മടങ്ങുണ്ടാവും അല്ലേ. പിന്നെ ഒരു ദിവസം കൂടി ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോൾ ഇന്നും നിലയ്ക്കായിട്ട് സാധാരണ കണ്ടീഷനിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് മാക്സിമം അവർക്ക് പ്രഷർ കൊടുക്കാതെ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഒരു കുറച്ച് ഇത് കൊടുക്കുന്ന രീതിയിൽ സിറ്റുവേഷൻ കണ്ടു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നേറ്റിൻ്റെ വക പിന്നെയും ഇത് കൊടുക്കുന്ന രീതിയിൽ അല്ലേ. അവർ വീണ്ടും ഗെയിം കളിക്കാൻ വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു അല്ലേ. അപ്സരയൊക്കെ വേറെ തന്നെ ഒരു മൂഡില്ല. അപ്സരയൊക്കെ വേറെ. അപ്സര എന്താന്നുള്ളത് ഞങ്ങൾ എന്തോ ഒരു മൂഡ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ നമ്മൾ വീഡിയോയിൽ നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല അല്ലേ. ഇതും അത്രയും പറഞ്ഞ സ്ഥിതിക്കാണ് പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഞാൻ പറയില്ല. പക്ഷെ പറയാതെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വീഡിയോ കാര്യം പറയട്ടെ കേട്ടോ. നമ്മൾ കമൻസ് എന്നൊക്കെ വെച്ചിട്ടാണല്ലോ ചില കാര്യങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ, ഞാൻ അത്രേ പറഞ്ഞു, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം മാത്രമല്ല, സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് സന്തോഷമാണ്. ഒന്നത്. രണ്ടാമത്തെ കേസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക. ഞാൻ മാത്രം ലൈക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും പല കമൻറ്റുകളും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സംഗതി പറയാം, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അതല്ല ഞങ്ങൾ നെഗറ്റിവിറ്റിയാണ്, നമ്മളിത് ശരിക്കും ഇതാവുന്നില്ല, പ്രഹസനാണ്, അങ്ങനത്തേതാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട്
നിങ്ങൾക്ക് വേറെ ചാനലുകൾ കാണാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനത്തെ പറഞ്ഞു കേട്ടോ. അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ എന്തുണ്ട്, അവർ നമ്മളെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. കാരണം രാവിലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കമൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് കാണുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ വീഡിയോസ് വരാത്ത സമയത്ത് നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോഴും ആ കാണുന്ന സമയത്ത് വെരി വെരി ഹാപ്പിയാണ് കേട്ടോ. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഈ പേരുകളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അല്ലേ വിധു. ഈ വീക്കെൻഡിലെങ്കിലും ഞങ്ങൾ ലൈവിൽ വരും അല്ലേ വിധു. നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞ് വീക്കെൻഡിൽ എങ്കിലും ലൈവിൽ വരും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.